Welcome back to Anam's Kitchen. Hi dears, Assalamu alaikum. ഇന്നത്തെ റെസിപ്പി നമുക്ക് വൈകുന്നേര ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടു പലഹാരത്തിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് പഴുത്ത 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ളത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഏത്തപ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പലഹാരത്തിനായിട്ട് ഒരു ഏത്തപ്പഴം എടുത്താൽ മതിയാവുകയും ചെയ്യും. ഇനി നമുക്ക് കനം കുറച്ച് വട്ടത്തിൽ തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഈ അരിഞ്ഞെടുത്തിട്ടുള്ള ഏത്തപ്പഴം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ ഈ പലഹാരത്തിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ അത് കൂടുതൽ മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്കിതിലേക്ക് കൂടുതലായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-3.5 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടി വരും. പിന്നെ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള പഞ്ചസാരയൊക്കെ നല്ല പോലെ ഒന്ന് അരിഞ്ഞ് വരുന്നത് വരെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താലും മതിയാവുകയും ചെയ്യും. ഇപ്പോൾ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള പഞ്ചസാരയൊക്കെ നല്ല പോലെ തന്നെ അലിഞ്ഞ് നല്ല പോലെ തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലും മുട്ടയും എല്ലാം ചേർത്ത് മിക്സാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സിലേക്ക് നമുക്ക് 2 ബ്രെഡ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവുകയും ചെയ്യും കേട്ടോ. ഇതെല്ലാം തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇത് കൂടുതൽ സമയം വെച്ചിട്ട് മിക്സ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് സോസ് പാനോ അല്ലെങ്കിൽ കുക്കറോ ഏതാണ് നമുക്ക് എളുപ്പമെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ സോസ് പാനിലേക്ക് നല്ല പോലെ തന്നെ ഓയിലും തടവി എടുത്ത ശേഷം ഈ ബാറ്റർ സോസ് പാനിലേക്ക് ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ സോസ് പാനിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ തന്നെ ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് പഴയ ഫ്രൈ പാനോ അല്ലെങ്കിൽ ഏതെങ്കിലും അലുമിനിയം പാത്രത്തിൻ്റെ അടപ്പോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സോസ് പാൻ അതിന് മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കൊരു 8 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തൊട്ട് നോക്കുന്ന സമയത്ത് മുകൾ ഭാഗമൊക്കെ നല്ല പോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗവും കൂടെ ഒന്ന് കളർ ചേഞ്ച് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി മറ്റൊരു പാനിൽ അല്പം ഓയിൽ തടവിയ ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗവും തന്നെ നല്ലപോലെ ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു പലഹാരം നമ്മൾ ചായക്ക് വേണ്ടിയിട്ട് വെള്ളം തിളക്കാൻ വെക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പലഹാരവും ഉണ്ടാക്കിയെടുക്കാം. അത്രയും ടേസ്റ്റുമാണ്, അത്രയും എളുപ്പമാണ് ഈ ഒരു പലഹാരം കഴിക്കാനായിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇനിയും ഇതുപോലുള്ള റെസിപ്പീസിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.